നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും നമ്മൾ കുളിക്കാതിരിക്കുക. കാരണം സാമ്പത്തികമായിട്ടുള്ള നഷ്ടം നമ്മളിൽ നിന്ന് ഉണ്ടാകും എന്നാണ് വിശ്വാസം. എന്നാൽ കുളിക്കുന്നതിന് ചില പ്രത്യേക സമയങ്ങളുണ്ട്. ആ സമയം നോക്കി നമ്മൾ കുളിക്കുകയാണെങ്കിൽ, ആ സമയത്ത് നമ്മൾ കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ വലിയ വർധനവും പണവർധനവും നമ്മളിൽ ഉണ്ടാകുമെന്നാണ് ആയുർവേദം പറയുന്നത്. ആയുർവേദത്തിന്റെ കാര്യം മാത്രമല്ല, ചില വിശ്വാസങ്ങളിലും ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. കുളിക്കുന്നതിനും സമയം നോക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള സമയത്താണ് നിങ്ങൾ കുളിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഗുണം നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ നേരെ മറിച്ച് തെറ്റായ സമയത്താണ് നിങ്ങൾ കുളിക്കുന്നത് എങ്കിൽ ഈ കാര്യം പലരും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുളിക്കുന്നത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശരിയായ സമയം ഏതാണ് കുളിക്കുന്നതിന് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു കാര്യം പലർക്കും അറിയില്ല. ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ള സ്വാധീനങ്ങളും ചെലുത്താറുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന രീതി, വ്യായാമം ചെയ്യുന്ന വിധം, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ എന്നതുപോലെ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള വിഷയത്തെയും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വിഷയത്തെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയം കൂടിയാണിത്. അപ്പോൾ നമ്മൾ കുളിക്കുന്ന ആ ഒരു ശീലം എന്ന് പറയുന്നത്, കുളിക്കുന്നതിന് സമയമുണ്ടോ? തീർച്ചയായിട്ടും കുളിക്കുന്നതിന് സമയമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആയുർവേദ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കുളിക്കുന്നതിന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും സ്ഫുടമായിട്ടുമുള്ള സമയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കുളി എന്ന് പറയുന്നത് കേവലം ശരീരശുദ്ധിക്ക് മാത്രമുള്ള ഒരു വസ്തുതയല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യം, മനഃശുദ്ധി, ആത്മവിശ്വാസം, സൗഭാഗ്യം, പണവരവ് എന്നതിനെയൊക്കെയും തന്നെ അത് സ്വാധീനിക്കുന്നുണ്ട്. തെറ്റായ കുളി ഒരുപക്ഷെ ദോഷകരമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താം. എന്നാൽ ശരിയായ സമയത്തുള്ള കുളി ഐശ്വര്യവും സമൃദ്ധിയും നൽകാൻ പര്യാപ്തമാണ് എന്ന് ആയുർവേദം തന്നെ നമ്മോട് പറയുന്നുണ്ട്. ആയുർവേദം അനുസരിച്ച് കുളിക്കുന്ന സമയത്തിന് നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രാധാന്യമുണ്ട്. കേവലം ശരീരത്തിന്റെ വൃത്തിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഊർജനില, ചിന്ത, ഭാഗ്യം ഇവയെല്ലാം തന്നെ കുളിക്കുന്ന ആ ഒരു സമയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇത് വെറും കെട്ടുകഥകളല്ല. പുരാതന ഭാരതത്തിലെ ഋഷിമാര് 1000-ലധികം വർഷത്തിലെ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട്, അവരുടെ പരിജ്ഞാനം കൊണ്ട്, അവരുടെ ദിവ്യമായ ദൃഷ്ടി കൊണ്ട്, നിരന്തരം പരീക്ഷണം കൊണ്ട് അവർ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണിത്. പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. എന്നാൽ ഈ അറിവ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് കുളിക്കേണ്ടത്? കൃത്യസമയം ഏതാണ്? അത് അറിഞ്ഞു കഴിയുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു കഴിയുമ്പോൾ വലിയ മാറ്റങ്ങൾ അതിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുളിയാണല്ലോ. ശരീരത്തിന് ഉന്മേഷവും ഊർജവും നൽകുന്ന ഒന്നാണ് കുളി. എന്നാൽ പലരും പല സമയത്താണ് കുളിക്കുന്നത്. ചിലര് രാവിലെ ആയിരിക്കും, ചിലർ ഉച്ചയ്ക്കായിരിക്കും കുളിക്കുന്നത്, ചിലർ വൈകിട്ടായിരിക്കും, ഇനി ചിലരാകട്ടെ രാത്രിയിലായിരിക്കും. എന്നാൽ ആയുർവേദം കുളിയെ 4 തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഈ 4 തരത്തിലുള്ള കുളിക്കും 4 തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കുളിയാണ് ഋഷിസ്നാനം അല്ലെങ്കിൽ മുനിസ്നാനം എന്ന് പറയുന്നത്. അതായത് പുലർച്ചെ 4-നും 5-നും ഇടയിൽ കുളിക്കുന്നതിനെയാണ് നമ്മൾ മുനിസ്നാനം അല്ലെങ്കിൽ ഋഷിസ്നാനം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ജലാശയങ്ങളിലൊക്കെയും സാക്ഷാൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുക. അതായത് സൂര്യോദയത്തിന് മുൻപുള്ള ആ ഒരു സമയം മുഴുവൻ ഗംഗാദേവിയുടെ സാന്നിധ്യം സർവ്വ ജലാശയങ്ങളിലും ഉണ്ടാകും. ആ സമയം നമ്മൾ എഴുന്നേറ്റ് കുളിക്കുന്നത്, അതിപ്പോ നമ്മൾ കിണറിൽ നിന്ന് കോരി കുളിക്കുകയാണ്, അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ കോരി വെച്ചിട്ട് നമ്മൾ പോയിട്ട് ആ ഒരു വെള്ളം കോരി ഒഴിച്ച് കുളിക്കാൻ പോയാലും ആ ജലത്തില് ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അപ്പോ ഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുന്നതിന് സമമാണത്രേ സൂര്യോദയത്തിന് മുൻപുള്ള കുളി എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ 4-നും 5-നും ഇടയ്ക്കുള്ള കുളിയാണ് നമ്മൾ മുനിസ്നാനം അഥവാ ഋഷിസ്നാനം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ ഭാഗ്യനിലയിലും വലിയ മാറ്റങ്ങൾ നേടിത്തരും. അപ്പോൾ ഇതിന്റെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ സാധാരണമായിട്ടുള്ള ആരോഗ്യവും ആനന്ദവും ഈ ഒരു സമയം കുളിക്കുന്നതിലൂടെ ലഭിക്കും എന്നതാണ്. രോഗപ്രതിരോധ ശേഷി വളരെ വലിയ അളവിൽ വർദ്ധിക്കും. ശരീരത്തിന് ഊർജ്ജസ്വലത ലഭിക്കും. കൂടാതെ ബുദ്ധികൂർമ്മത, ഏകാഗ്രത, പഠനശേഷി ഇവയും വർദ്ധിക്കും. പണ്ടുകാലത്ത് ഋഷിമാരും മുനിമാരും ഈ സമയത്ത് കുളിച്ചിരുന്നത് കൊണ്ടാണ് അവര് വളരെ ദീർഘദൃഷ്ടിയുള്ളവരും വളരെ ആരോഗ്യവാന്മാരും അതുപോലെ തന്നെ ഈശ്വരനെ പോലും അവർക്ക് അടുത്തു കാണുവാൻ സാധിച്ചിരുന്നത്. ആ നിലയിലെ ദൈവാധീനം പോലും അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ സമയം കുളിച്ച് ധ്യാനിക്കുന്നത് ഉന്നതമായ ആത്മീയ അനുഭവം ലഭിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹത്തിലെ വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം 4-നും 5-നും ഇടയിൽ ഉണർന്ന് കുളിക്കുന്നത് വളരെ വലിയ ബുദ്ധിവർദ്ധനവിന് കാരണമാകും. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് വിജയിക്കുന്ന കുട്ടികളൊക്കെ തന്നെ പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കുന്നവരാണ്. ഒരുപക്ഷെ അവരും അവരുടെ ആ ഒരു പഠന രീതിയോ രഹസ്യമോ വെളിയിൽ പറയാറില്ല. പക്ഷെ ഉറപ്പായിട്ടും പുലർക്കാലെ എഴുന്നേറ്റ് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വലിയ അളവില് ബുദ്ധിവർദ്ധനവ് ഉണ്ടാകും. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും. അതുപോലെ തന്നെയാണ് കുളിക്കുന്ന കാര്യവും. ഈ ഒരു സമയം നമ്മൾ ദിനവും കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ വളരെ ഫ്രഷ് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തേത് ദേവസ്നാനമാണ്. പുലർച്ചെ 5-നും 6-നും ഇടയിലുള്ള കുളിയാണ് നമ്മൾ ദേവസ്നാനം എന്ന് പറയുന്നത്. ഈ ഒരു സമയം നമ്മൾ കുളിക്കുന്നതും ഗംഗാദേവിയുടെ അനുഗ്രഹം നമുക്ക് നേടിത്തരും എന്നാണ് പറയുന്നത്. കാരണം 6 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കുമല്ലോ സൂര്യൻ പലപ്പോഴും ഉദിക്കുക. ചില സന്ദർഭങ്ങളിൽ 6 മണിക്ക് മുൻപ് ഉദിക്കാം. ചില സ്ഥലങ്ങളിൽ പക്ഷേ ഗംഗാദേവിയുടെ സാന്നിധ്യം അപ്പോഴും ജലാശയങ്ങളിൽ ഉണ്ടാകും. ഇതും വിശേഷപ്പെട്ട കുളി തന്നെയാണ്. ഇതിനെ ദേവസ്നാനം എന്നാണ് പറയുന്നത്. 5-നും 6-നും ഇടയിലുള്ള കുളി എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയം, പ്രകൃതിയിൽ അനവധി പോസിറ്റീവ് ഊർജം നിലനിൽക്കുന്ന സമയം. ഈ സമയത്തുള്ള കുളി വളരെ ഐശ്വര്യദായകമാണ്, ഭാഗ്യദായകമാണ്, ആരോഗ്യവർദ്ധനവിനും സഹായിക്കും എന്നതാണ്. അപ്പോൾ ദേവസ്നാനം നമ്മൾ കുളിക്കുകയാണ്, 5-നും 6-നും ഇടയിൽ നമ്മൾ കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഇതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് പ്രശസ്തി, സമൃദ്ധി, സമാധാനം ഇവ ലഭിക്കുമെന്നുള്ളതാണ്. ജീവിതത്തിൽ സുഖപ്രദമായിട്ടുള്ള അനുഭവങ്ങളും ഭാഗ്യവും തേടിയെത്തും. ഒരു ദിവസത്തേക്കുള്ള ഉന്മേഷവും ഉണർവും ഈ സമയത്തെ കുളിയിൽ ലഭിക്കും എന്നുള്ളതാണ്. ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയത്തെ കുളി ഏറ്റവും ഐശ്വര്യദായകമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ആരംഭിക്കാനായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ദേവസ്നാനം നടത്തിയിട്ട് വേണം പോകുവാനായിട്ട്. നിങ്ങളിപ്പോ ഒരു പുതിയ വീട് വയ്ക്കുവാൻ പോവുകയാണ്, പുതിയ സംരംഭം തുടങ്ങാൻ പോവുകയാണ്, അതിന് ഇന്ന് തറക്കല്ലിടാൻ പോവുകയാണ്. അതിനു മുന്നേ നിങ്ങൾ 5-നും 6-നും മുന്നേ കുളിച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സർവ്വദേവീ ദേവന്മാരുടെയും അനുഗ്രഹം അന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമതായിട്ട് മനുഷ്യസ്നാനമാണ്. അതായത് പുലർച്ചെ 6-നും 8-നും ഇടയിലുള്ള സമയമാണ് മനുഷ്യസ്നാനം എന്ന് പറയുന്നത്. 8 മണിക്ക് മുൻപ് നമ്മൾ കുളിച്ചാൽ മതി, അത് മനുഷ്യസ്നാനമാണ്. ഇത് സാധാരണ നമ്മളെ പോലുള്ള മനുഷ്യർക്ക് കുളിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് വിധിച്ചിട്ടുള്ള കുളി അതാണ്. അതേസമയം ഞാൻ ഈ പറഞ്ഞ കുളികൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതും വിശേഷപ്പെട്ട ഗുണങ്ങൾ തന്നെ നമുക്ക് നേടിത്തരും. പക്ഷെ ഒട്ടുമിക്ക ആളുകളുടെയും കാര്യം ആ ഒരു സമയത്ത് എല്ലാവരും ഉറക്കത്തിലായിരിക്കും. ഒരുപക്ഷെ അങ്ങനെ ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 6 മണിക്ക് എഴുന്നേറ്റ് 8 മണിക്ക് മുൻപ് കുളിക്കാനായിട്ട് ശ്രമിക്കുക. മനുഷ്യസ്നാനം നടത്തുന്നതിലൂടെ എന്ന് വെച്ചാൽ 6 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് എന്നുള്ളതൊന്ന് നോക്കാം. ഭാഗ്യം, സന്തോഷം, ഐശ്വര്യം ഇവ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതാണ് ആയുർവേദം പറയുന്നത്. അതുപോലെ ഈ സമയത്തെ കുളി നിങ്ങളുടെ മനസ്സിനെ ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കും. ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഇത് വിശേഷപ്പെട്ട സമയം തന്നെയാണ്. ഇനി 4-മത്തെ കുളിയാണ് നമ്മളൊക്കെ സാധാരണ കുളിക്കുന്ന ആ കുളിയെ പറയുന്ന പേര് രാക്ഷസ സ്നാനം എന്നാണ്.
അതായത് രാവിലെ 8 മണിക്കും വൈകുന്നേരം 4 മണിക്കും ഇടയിലുള്ള സമയത്ത് കുളിക്കുന്നതിനെയാണ് നമ്മൾ രാക്ഷസ സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ പലരും അങ്ങനെ കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഒഴിവാക്കുക. കാരണം എന്തുകൊണ്ടാണ് ഈ സമയം ഒഴിവാക്കേണ്ടത് എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത്. ഒട്ടുമിക്ക ആളുകളും ആ ഒരു സമയത്ത് കുളിക്കുന്നവരായിരിക്കും അല്ലെ. കാര്യം ആയുർവേദം ഈ സമയത്തെ കുളി ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 8 മണിക്ക് ശേഷവും വൈകുന്നേരം 4 മണിക്ക് മുൻപുമുള്ള സ്നാനം. കാരണം ഈ സമയത്ത് കുളിക്കുന്നത് ധനനഷ്ടം, ആരോഗ്യനഷ്ടം, ദാരിദ്ര്യം ഇതിനൊക്കെ കാരണമാകും എന്നുള്ളതാണ്. രാക്ഷസ സ്നാനം നമ്മുടെ ഊർജത്തെ ചോർത്തിക്കളയും, മാനസിക പിരിമുറുക്കങ്ങൾക്ക് വഴി തെളിയിക്കും. രാവിലെ വൈകി കുളിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർ അറിയാതെ തന്നെ അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 8 മണിക്ക് മുൻപേ തന്നെ നമ്മൾ കുളിക്കുക. അതിനനുസരിച്ച് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക. ഈ സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്ന ആ ഒരു സമയം എന്ന് വെച്ചാൽ 8 മണിയൊക്കെ കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീര താപനിലയൊക്കെ വളരെ പെട്ടെന്ന് ഡൗൺ ആവുകയും അതിനെ പിന്നീട് ശരീരം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ശരീരം വളരെ വലിയ രീതിയിൽ ചൂടൊക്കെ പിടിക്കാൻ സാധ്യതയൊക്കെയുണ്ട്. ആ രീതിയിൽ ആയുർവേദം പറയുന്നുണ്ട്. മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും ധനവരവിനും സമൃദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ട് പുലർച്ചെ കുളിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്. അതായത് ഋഷിസ്നാനം, ദേവസ്നാനം, മനുഷ്യസ്നാനം ഇവയാണ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഉത്തമം. നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഒരു ദിവസം ആരംഭിക്കുന്നത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വളരെ വലിയ നേട്ടവും നന്മയും ഭാഗ്യവും അത് നേടിത്തരും. മാത്രവുമല്ല ഉന്മേഷവും നിങ്ങളിലേക്ക് കൊണ്ടുതരും. ഈ ഉന്മേഷം കഠിനാധ്വാനം ചെയ്യുന്നതിനും അതുപോലെ ക്രിയാത്മകമായിട്ട് ചിന്തിപ്പിക്കുന്നതിനുമൊക്കെ നിങ്ങളെ സഹായിക്കും. ഇനി ഇതിനു പിന്നിൽ ചില മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് 5 മണിക്കും 6 മണിക്കും ഇടയിൽ കുളിക്കുകയാണ്, ദേവസ്നാനം നടത്തുകയാണ്, അല്ലെങ്കിൽ 4നും 5നും ഇടയിൽ ഋഷിസ്നാനം നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ 1, 2, 3 മണിക്കൂർ മുന്നേ തന്നെ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങളുടെ സാമ്പത്തികവും ആരോഗ്യവുമായിട്ടുള്ള കാര്യത്തിന് വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും വരുത്തുവാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇനി കുളിക്കുന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. അറിവില്ലായ്മ കൊണ്ട് ഇത്രയും നാള് നിങ്ങൾ തെറ്റായ സമയത്താണ് കുളിച്ചിരുന്നത് എങ്കിൽ ഇനിയെങ്കിലും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതചര്യകളിൽ മാറ്റം കൊണ്ടുവരിക, ജീവിതം ചിട്ടയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.